ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയോ ഗൈസ്, ഞാൻ 10th ഗൈസ്. അതിൻ്റെ ഇടയിൽ ഞാൻ 9th കഴിഞ്ഞു, 9th ആനുവൽ എക്സാം എഴുതി, എല്ലാം കഴിഞ്ഞു, 9th ഒക്കെ കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾക്ക് 10th ഫസ്റ്റത്തെ ക്ലാസ് എടുത്തിട്ടില്ല, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ. പ്ലസ് ഗൈസ് റമദാൻ കരീം ബ്രോ, എല്ലാവർക്കും റമദാൻ മുബാറക്. അപ്പോൾ ഇന്നൊരു നോമ്പ് പ്ലസ് ഫസ്റ്റ് ഓഫ് 10th ക്ലാസ് ഡേ ഇൻ മൈ ലൈഫാണ്. സോ ലെറ്റ്സ് ഗോ ഫ്രണ്ട്സ്. അപ്പോൾ ഇനി നമ്മൾ മെയിൻ സാധനമായിട്ട് നമുക്ക് എഴുതാൻ പെന്നാണ് ഞാൻ നോക്കുന്നത്. ഞാൻ 2360 രൂപ സാധനം ഗൈസ്, അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. മിഞ്ച വെറും എത്രയായി? 2360 രൂപ ആയിട്ടുള്ളൂ. 3 ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബുക്സ് എന്ന് പറഞ്ഞാൽ. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റിൻ്റെ ബുക്കുകൾ കാണിച്ചു തരാം. ഇതൊരു നോട്ട്ബുക്ക്, പിന്നെ മാത്സിന് വെറുതെ ഇതാക്കിയാണ്. പിന്നെ ഇത് ഞാൻ റഫായിട്ടാണ് എടുത്തത്, ജസ്റ്റ് വരല്ലാത്ത നോട്ട്ബുക്ക്. ഇത് ഞാൻ മാത്സ് ജസ്റ്റ് വർക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ. ഞാൻ 3 ടുഗെദർ വിത്ത് നിന്നാണ് വാങ്ങിയത്. സയൻസ് വാങ്ങിച്ചാണ് ആദ്യത്തത്. ഗൈസ് കട്ടുണ്ട്, കണ്ടോ ഗൈസ്? ഏറ്റവും കട്ടുള്ളത് മാത്തമാറ്റിക്സ് ആണ്. കുറച്ച് സിമ്പിൾ സ്റ്റേഷനറി ഐറ്റം, പിന്നെ നമ്മൾക്ക് പൊതിയാനുള്ളതുമാണ് ഞാൻ എടുത്തുള്ളത്. നമുക്ക് പൊതിയണം. അപ്പോൾ ഏകദേശം 11 മണി ആവാനായി, നമുക്ക് വേഗം പൊതിയണം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഫുൾ പൊതിഞ്ഞു ഗൈസ്. ഞാൻ തന്നെ കേട്ടോ ഫുൾ ഞാൻ തന്നെ പൊതിഞ്ഞത്. നമ്മളല്ലേ ഗൈസ്, ഫാദർ ഫുൾ ടെക്സ്റ്റ് ബുക്കും പൊതിഞ്ഞു. നിങ്ങൾക്ക് പൊതിഞ്ഞോ എനിക്ക് മനസ്സിലാവില്ല, പക്ഷെ ഇതൊക്കെ പൊതിഞ്ഞാണ്. ക്ലിയർ ആപ്പാണ്. ഐ ലൈക്ക് ക്ലിയർ റാപ്പ് ഗൈസ്. ആർക്കൊക്കെ പൊതുവാണ് കൈകൊണ്ടെന്ന് കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ്, എത്രക്കാണ്, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യൂ ഗൈസ്, ഞാൻ അറിയട്ടെ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ ഗൈസ്. ഇനി നമ്മൾ രാവിലെ പെൽച്ചൊക്കെ എണീക്കുമ്പോ കാണാം, അത്താഴത്തിന് കാണാം. അങ്ങനെ നമ്മൾ എണീച്ചു ഗൈസ്. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 5 മണിയാണ്. ഞാൻ കാണിച്ചത് ഗൈസ് ഒരാളെ. ഹായ് ഗായ്സ്, നമ്മളാ ഗുഡ് മോർണിംഗ് ആയിട്ട് വന്നിരിക്കാണ്. ഇന്നത്തെ പരിപാടി പറഞ്ഞത് ഗൈസ്. നമ്മളൊക്കെ നോമ്പൊക്കെ ഉണ്ട്. ഫസ്റ്റ് നോമ്പ് ഗൈസ്. ഞാൻ കാണിച്ചുതരാ. ചിക്കൻ ഉണ്ട്, കുറക്കുമായിരുന്നു, ക്യാബേജും ക്യാരറ്റും, പിന്നെ വേറെ ചിക്കൻ ശരിക്കും മലത്തി പൊരിച്ചത്, ചിക്കൻ ഇരുത്തി പൊരിച്ചത്, പിന്നെ ചിക്കൻ കടത്തി പൊരിച്ചത്. എന്താണ് മിൻസി വ്ളോഗ് എടുത്ത് കഴിഞ്ഞാൽ മാത്രം അങ്ങക്ക് തിന്നാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് എല്ലാരും ഇവിടെ ഇങ്ങനെ ഇരിക്കാണ്. വേറെ തിന്ന് മിനിച്ചൊന്നും തീരുമാനമാക്ക്. കുറക്കം വന്നിട്ട് ഞാൻ പകുതി കട്ടുന്നതാണ്. നമുക്ക് പുട്ടും ചിക്കൻ പോര്, 3 ചിക്കൻ. അപ്പൊ മിൻസ പുട്ട് നോമ്പ് വിൽക്കാൻ പോണത്. മിൻസക്ക് വിശക്കൂല മിൻസ. ഞങ്ങൾ ചെറിയ കുട്ടിയായതുകൊണ്ട് മിൻസക്ക് 3 നേരം ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നതായിരിക്കും. അതന്നെ ആരും കളി നാക്കണ ഗായ്സ്. ഞങ്ങൾ കുറച്ച് ഫുഡേ കൊടുക്കുള്ളൂ. മിൻസ നീയത്തൊക്കെ വെച്ചിക്കണെന്ന് പറഞ്ഞ് അതന്നെ. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഗൈസ്. നമ്മൾ സെറ്റായി. ഇനി നമുക്ക് ഒരു 15-20 മിനിറ്റ്സ് ഒക്കെ 20-25 മിനിറ്റ്സ് കഴിഞ്ഞാൽ നോമ്പല്ലേ ഗൈസ്, ബാങ്ക് കൊടുക്കും. എന്നിട്ട് നമുക്ക് നിസ്കരിക്കണം. എന്നിട്ട് ഒന്നെങ്കിൽ ഞാൻ പഠിക്കും, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങും. ഏതാന്ന് ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ പഠിക്കാൻ നോക്കും, പക്ഷെ മിക്കവാറും ഞാൻ കിടക്കും. പക്ഷെ അപ്പോൾ എനിവേസ്, നമ്മൾ ഇനി മിക്കവാറും സ്കൂൾക്ക് എണീക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ ഉറങ്ങാതെ പഠിക്കുമ്പോഴോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും കാണും. പക്ഷെ ഇവിടെ തന്നെ കാണും ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ എണീച്ചു ഗൈസ്. ഞാൻ ഉറങ്ങി, പക്ഷെ കുഴപ്പമില്ല ഗൈസ്, പഠിക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലേനോ. അപ്പം എനിവേസ് ഞാൻ എണീച്ചു ഗൈസ്. ഇപ്പോൾ സമയം പറയണത് 8 മണിയാണ് ഗൈസ്. 9 മണിക്ക് എൻ്റെ ബസ് വരും. നമുക്ക് സ്കൂളുണ്ട് 10th ഗൈസ്. സോ എനിക്ക് വേഗം സ്കൂൾ യൂണിഫോം മാറ്റണം. പിന്നെ എനിക്ക് ജസ്റ്റ് ടൈം ടേബിൾ അല്ല ഗൈസ്, മിക്കവാറും എല്ലാ ബുക്കും കൊണ്ടുപോകും. ലെറ്റ്സ് ഗോ, നമുക്ക് എന്തായാലും മാറ്റാം. ഞാൻ യൂണിഫോം ഇടട്ടെ. ബൈ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ മാറ്റി റെഡിയായി ഗൈസ്. സ്കൂൾക്ക് പോവാണ്. ഞാൻ ബാഗ് പാക്ക് ആക്കിയിട്ടില്ല. നമുക്കൊരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ ഗൈസ് സമയം. അത് കഴിഞ്ഞാൽ ബസ് വരും. സോ ജസ്റ്റ് ബുക്കൊന്ന് റെഡിയാക്കാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂൾക്ക് പോകണം.
അങ്ങനെ നമ്മൾ ഇറങ്ങി ഗൈസ്. ഇപ്രാവശ്യം വൈദ്യുതി നമ്മൾ ബസ്സിലല്ല പോണത്, നമ്മൾ സ്കൂട്ടറിലാണ് ഗൈസ് പോണത്. നമ്മുടെ പപ്പണ്ട് ഹായ് പറയിപ്പാ. ഹായ് ഹായ് ഹായ്. അപ്പോൾ എനിവേസ് നമ്മൾ ചെറുതായിട്ട് ലേറ്റായി. അപ്പോൾ എന്തായാലും നമ്മൾ പറപ്പിച്ചു പോവാണ്. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി ഗൈസ്. കണ്ടോ സ്കൂളിലെത്തി. അപ്പോൾ ഞാൻ പോവാണ്. ബൈ ഗൈസ്. ടാറ്റാ. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ സ്കൂള് വിട്ടു വന്നു ഗൈസ്. ഇപ്പൊ സമയം ഏകദേശം ഒരു 4 മണി, ഒരു 4:10 ഒക്കെ ആയിട്ടുണ്ടാകും ഗൈസ്. ഞാൻ സ്കൂള് വിട്ടു വന്നു. ഞാൻ കോട്ട് ഊരി ഗൈസ്, കാരണം നല്ല ചൂടാണ് ഗൈസ്. ചൂടെടുത്തിട്ട് വയ്യ. പിന്നെ ഗൈസ് നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഫസ്റ്റ് നോമ്പ് തുറ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോണത്. നല്ല കുഴക്കണ്ടായിരുന്നു ഗൈസ് സ്കൂളിലാവുമ്പോൾ. പക്ഷേ നമുക്കത്ര ആ ഒരു ടയർഡ്നെസ് നമുക്ക് ഫീൽ ആവില്ല. പക്ഷേ എനിക്കൊന്ന് വീട്ടിലാവുമ്പോഴാണ് ഒന്നും കൂടി നമുക്ക് കുഴങ്ങിയ പോലെ തോന്നുക. കാരണം സ്കൂളിൽ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും നോമ്പൊക്കെ തോറ്റ് വന്നിരുന്നു. ആണ്ട് നല്ല സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഗൈസ് 10th ക്ലാസ്സൊക്കെ നൈസായിട്ട് പോകുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ചാപ്റ്റർ ഇപ്പോഴും അങ്ങ് എടുക്കാൻ തുടങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് മിക്കവാറും മൺഡേ ആയിരിക്കും തുടങ്ങുക. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് ഡ്രസ്സ് മാറ്റണം, കുളിക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിയിലേക്ക് നമുക്ക് പോവാം. ഇവിടെ വേറെ ആള് വന്നു. നോമ്പ് കാണാനല്ലേ ഈ ഭക്ഷണം കഴിച്ചില്ലേ? ഞാൻ ഇവിടെ വന്നപ്പോ മിൻഷ ഇവിടെ നല്ല സ്നിക്കേഴ്സും മുട്ടായൊക്കെ ഞാൻ കാക്കൻ ഇപ്പോഴാണ് കാണുന്നത്. സ്കൂളിട്ട് വന്നിട്ട് ഞാൻ കാക്കൻ എപ്പോഴാട്ടോ കാണുന്നത്. വെറുതെ പറയണേ. ഞാൻ ഇവിടെ വന്നപ്പോ നല്ല വെള്ളം കുടിച്ച് നല്ല മെച്ചിലെ ജ്യൂസ് തിന്ന് ഉണ്ടാക്കണ കട്ട്ലറ്റ് തിന്ന് ഇങ്ങനെ ഇരിക്കും. അവിടെ ഒരാൾക്ക് ഒരു കാര്യം, നോമ്പ് കാലത്തെ കള്ളം പറഞ്ഞത് ഹറാമാണ്. ഹറാമാണ് കേട്ടോ. അല്ല പിന്നെ സത്യം പറഞ്ഞ ഗൈസ്. അപ്പൊ അങ്ങനെയാണ് നമ്മളെ ഗൈസ്. എങ്ങനെയുണ്ട് എല്ലാവരും നോമ്പ് നിങ്ങൾ പറയൂ. അല്ല മിൻസ സൺകിസ് ചെയ്യാൻ വന്നാണ്, ഞാനും സൺകിസ് ചെയ്യാൻ വന്നത്. അപ്പൊ ഗൈസ് എന്താ മിൻസ സ്പെഷ്യല്? ഇന്ന് പത്തിരി, ബീഫ് കറി, പിന്നെ എന്തൊക്കെ വെച്ച് മറ്റേ ഗൈസ് കടല കാഷ്യൂനട്ട് എന്തൊക്കെ ഇതാക്കുന്നുണ്ട്. ഫ്രൈ ഉണ്ട്. അപ്പൊ കാഷ്യൂ ഫ്രൈ, കടല ഫ്രൈ, ഷമാമിന്റെ ജ്യൂസ്. എനിക്ക് ഷമാമ ഇഷ്ടം. ഓക്കെ ഗൈസ്, വാവ് ഷമാമിന്റെ ജ്യൂസ് ആണ്. മിൻസത് കഷ്ടപ്പെട്ട് തൂങ്ങാണ്. അയ്യോ പാവ മിൻസ. യെസ് ഗൈസ്, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ കാര്യം. മിൻസ എങ്ങനെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തോ? നോമ്പ് വെച്ച എങ്ങനെ ഉണ്ടെന്നൊക്കെ വീട്ടിൽ നിൽക്കും കുറച്ചും കൂടി ടയർഡ്നെസ് ഫീൽ ആവുക. സ്കൂളിലാവുമ്പോ നമുക്ക് അത്ര ടയർഡ്നെസ് ഫീൽ ഞാൻ പറഞ്ഞില്ല ഗൈസ്, മിൻസ നോമ്പ് വെച്ചാലല്ല കൊയങ്ങുള്ളൂ. നോമ്പ് വെച്ചാൽക്കല്ല കൊയങ്ങുള്ളൂ. ഇത് നോമ്പ് വെച്ചില്ലല്ലോ. സത്യം ക്യാമറ നോക്കി സത്യം നിങ്ങളാണ് സത്യം എന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും നോമ്പ് കള്ളന്മാരുടെ കമന്റ് ആക്കി കാരണം അതാണ് കൂടുതൽ ഉണ്ടാവുക. എനിവേസ് ഇനി നമുക്ക് കാക്കയുടെ ഗൈസ് പത്തിരിയൊക്കെ പരത്തുക. മിൻസ ഉണ്ടാവുമ്പോ ഞാൻ എന്തിനാ പത്തിരി പരത്തണേ? കാക്കുണ്ടാവുമ്പോ ഈ ആണുങ്ങളല്ലേ സാധാരണ ഇപ്പത്തെ വുമൺ എംപവർമെന്റ് ഗൈസ്. വുമൺ എംപവർമെന്റ് ആണ് പുരുഷന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കണേ. എന്താ മിൻസ? അപ്പൊ അതാണ് ഗൈസ്. അപ്പൊ ഇനി നമ്മൾക്ക് കുളിക്കണം. മണക്കുണ്ട് ഗൈസ്. ഞാൻ മണക്കണിച്ച് കുളിച്ചതിനാ കുളിക്കാത്ത കാക്ക വൃത്തിയായി. കാരണം നോമ്പ് കാലത്ത് നമ്മൾ ശുദ്ധീകരിച്ചിരിക്കണം. കുളിച്ചിട്ട് കാണാം. ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങള് രണ്ടാളും ഫ്രഷ് ആയി വന്ന് കണ്ട ഗായ്സ്. കാണൂല ചിലപ്പോൾ മണക്കുണ്ട് ഗായ്സ്. എന്താ അറിയില്ല, മിൻസ കുളിച്ചില്ല. മിൻസ കുളിച്ചോ? മിൻസ ഫ്രഷ് ആയി വന്നിരിക്കാണ്. വാ മിൻസ അങ്ങനല്ലോ കൊല്ലത്തിലൊരിക്കൽ തലടിച്ച് കുളിച്ചിരിക്കാണ്. ഞാൻ ഇനിയും കണ്ട മനസ്സിലാവൂലേ? ഏതോ അണ്ണാച്ചി. എനിവേസ് അപ്പോൾ ഇപ്പൊ സമയം മിൻസ നിസ്കരിച്ച യെസ് ഗൈസ്. അപ്പൊ നമ്മള് ഇപ്പൊ സമയം മിൻസ നോക്കാൻ പോയിക്കാണ്. 5:37 ആയി. ഇനി നമുക്ക് ഇന്ന് കൊറേ പരിപാടികളുണ്ട്. നമുക്ക് നോമ്പ് ഇറക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ആക്കാൻ. നമ്മൾ സമൂസ ഒന്നും ഉണ്ടാക്കിയില്ല. സമൂസയാണ്. പിന്നെ നമുക്ക് ഷമാം ജ്യൂസ് ആണ്. അപ്പൊ മിൻസക്ക് ഷമാം ജ്യൂസ് ആണ്. എനിക്ക് മുസംബി ജ്യൂസ്. ഇറ്റ്സ് ഓക്കെ ഗൈസ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് മമ്മി കടല ഇട്ടാനുള്ള ഷമാമാണ്. എനിവേ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി പറഞ്ഞു നമുക്ക് മിൻസ സമൂസ ഉണ്ടാക്കാൻ അന്ന കാത്ത. മിൻസ ഈ വന്നാലേ മിൻസ വന്നാലേ സമൂസ.
അപ്പൊ ഗായ്സ് അപ്പൊ നമ്മൾ സമൂസ ഉണ്ടാക്കാൻ പോവാണ്. ബൈ ഗായ്സ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി നേരം വൈകി കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല സമൂസ ഉണ്ടാക്കാൻ. മിനിച്ച 5:30 ഇനി എപ്പോഴാ സമൂസ ഉണ്ടാക്കാം. മിനിച്ച സമൂസ ഉണ്ടാക്കിട്ട് ബാക്കി എനിക്ക് സൈക്കിളോട്ടാ. അങ്ങനെ നമ്മളിപ്പോ എത്തിയിരിക്കാണ്. പരിപാടി ഇപ്പോൾ നമ്മൾ സമയം ഞങ്ങൾ ഭയങ്കര വൈകിയിരിക്കണം. പക്ഷെ എന്നാലും 6 മണിക്ക് 15 മിനിറ്റ് അല്ല ഗൈസ്, അത് ഞാൻ സൈക്കിൾ ഓട്ടിയാണ്. വെറുതെ അറിയാൻ ഞാൻ സൈക്കിൾ ഒന്നും ഓട്ടിയിട്ടില്ല. എനിവേസ് ഞാൻ ഇൻഗ്രീഡിയൻസ് അല്ലാത്ത സാധനങ്ങൾ കാണിച്ചു തരാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് സമൂസയാണ്. വെറും സമൂസ അല്ല, ക്രിസ്പി എന്ന് വെച്ചാ നമ്മള് ബ്രെഡ് റോൾ ഒക്കെ എങ്ങനെ നമ്മൾ ഉണ്ടാക്കുക, മുട്ടയിലും പിന്നെ ബ്രെഡ് ക്രംസിലും മുക്കിയപ്പോൾ അതേപോലത്തെ ഇപ്പൊ ഈ ഒരു സമൂസ ആരുണ്ടാക്കിയതാണ്? ഇഷാൻ ഉണ്ടാക്കിയാണ്. ഞങ്ങൾ ഇങ്ങനെ സാധനം എടുക്കുന്നു, ഫിനിഷ് പ്രൊഡക്റ്റ് ഇതാണ്. ഇത് നമ്മൾ എടുത്ത് പൊരിക്കുക ചെയ്യാം. പക്ഷെ ഇത് നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കുമ്പോ ക്രിസ്പി ആവും ഗൈസ്. ബ്യൂട്ടിഫുൾ സമൂസ ആയിട്ട് വരും. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ. സമൂസ ഉണ്ടാക്കാൻ അറിയില്ല, മിൻസിനെ കണ്ടുപിടിക്കും. ബ്രെഡ് റോൾ അങ്ങനെ ഒരു 50 സാധനങ്ങൾ എനിക്ക് പറയാം. 50 അതായത് പണ്ടത്തെ ഡ്രാഗ് ഫാന്റസി കണ്ടതാണോ? അയിപ്പെടോ പണ്ട് കഴിച്ച കരിച്ച ഡാർക്ക് ഫാന്റസിന്റെ വീഡിയോ ഉണ്ട്. പണ്ട് ഡാർക്ക് ഫാന്റസി മിക്സിയിലിട്ട് അടിച്ച കരിഞ്ഞു പോയ മിൻസാസ് വേണ്ടി ഡാർക്ക് ഫാന്റസി അടിച്ചാൽ മിൻസിട്ട് വരും 4 കൊല്ലം മുമ്പത്തെ. അതൊക്കെ പഴയ കാലങ്ങളില്. അപ്പൊ അങ്ങനത്തെ കുറെ സാധനം എനിക്ക് ബ്രെഡ് റോള് പിസ്സ ഒക്കെ ഉണ്ടാക്കാറിയും. പക്ഷെ അല്ല ഗൈസ്, എനിക്ക് സമൂസ മാത്രം അവിടെ മാത്രം കുറഞ്ഞുപോയി. ഞാൻ പഠിക്കും, ഇനി ഞാൻ പഠിക്കും. എനിക്ക് അറിയാത്ത 2-3 സാധനങ്ങളാണ്. എനിക്ക് ബുക്ക് പൊതിയാൻ അറിയില്ല. അതുകൊണ്ടല്ലേ ഗൈസ്, അത് മടിയോണ്ടാണ്. അല്ല കാലം പൊതിയന്റെ ഇതാകുമ്പോ പൊതിഞ്ഞെടുക്കല്ലോ. എക്സ്പോസിംഗ് യുവർ സീക്രറ്റ്സ്. അല്ല, പക്ഷെ എനിക്ക് പൊതിയാൻ മടിയാണ്. പിന്നെ എനിക്ക് ട്രൈ ചെയ്യാനുള്ള മടിയാണ്. കാരണം ട്രൈ ചെയ്താൽ എങ്ങനെ റെഡി ആയി പോയാലോ സ്വന്തമായിട്ട് തന്നെ പറയും. ഗൈസ് അപ്പൊ മിൻസന്റെ എക്സാം കഴിഞ്ഞു. അതെ ഗൈസ്, എന്റെ എക്സാം ഒക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു റിസൾട്ട് ഒക്കെ? എന്റെ എക്സാം ഒക്കെ കഴിഞ്ഞു. വളരെ മികച്ച റിസൾട്ട് ആയിരുന്നു. മികച്ച അല്ലല്ലോ, അത്ര കുഴപ്പമില്ലാത്തൊരു മീഡിയം റേഞ്ച് റിസൾട്ട് ആയിരുന്നു. അതിലേറെ ഹൈ എഫിഷ്യന്റ് റിസൾട്ട് ആയിരുന്നു. മാത്സ് ബാക്കിയൊക്കെ സെറ്റ് ആയിരുന്നു. ബാക്കിയൊക്കെ കുഴപ്പമില്ല. ബട്ട് ഗൈസ് ഞാൻ പഠിക്കണ ഒരു കുട്ടിയാണ്. ഇതെന്താ ഗൈസ്? അത് മിൻസന്റെ അല്ല എമ്മാന്റെ സ്പെഷ്യൽ ചൗച്ചോ ഉപ്പിലിട്ടതാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. മിൻസ വായിക്ക് വെച്ച് നോക്കാം എനിക്ക്, കാരണം മിൻസക്ക് നോമ്പില്ലല്ലോ. അയ്യേ മിൻസ, ചൗച്ചോയിൽ നിന്ന് വെള്ളം വരുന്നു. മിൻസ അടുത്തായിട്ട് മിൻസ എങ്ങടി ഇരുന്നില്ല, എന്റെ തല മണ്ടേ കിട്ടൂലട്ടോ. മുട്ട കുറച്ച് കുഴപ്പാണ്. അപ്പൊ പല്ലോ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് ഇരിക്കും. മിൻഷാമാനെ കുറച്ച് തള്ളി കൊടുത്താ അവള് തള്ളാൻ കുറച്ച് ഇതായിരിക്കും, കുറഞ്ഞു അതന്നെ. മിൻസക്ക് നോമ്പില്ല ഗൈസ്. നോമ്പ് വെച്ചൊക്കെ സമൂസ കണ്ടാറുമ്പോ മിൻസ ശരിയാണ്, നോമ്പ് വെച്ചാൽ എനിക്ക് ആവശ്യമില്ല. എന്നാ പിന്നെ പണി സത്യം പറയാ, കച്ചറുണ്ടാക്കാൻ നോക്കുക. ഇമ്മച്ചിനോട് ഓരോന്ന് പറഞ്ഞിട്ട് ഇന്നെ കച്ചറിപ്പിക്കാൻ നോക്കുക. പിന്നെ ഓൻ എന്തൊക്കെ എന്നിട്ട് പറയാ ഗൈസ്, ഇത് പ്രാക്ടിക്കൽ ടെസ്റ്റ് ആണ്. കാര്യം ഭാവിയിൽ ഇന്നെ പലരും തളർത്താണ്ടാവും. ഞാൻ എന്ത് പറഞ്ഞു, നിങ്ങളൊപ്പം ജീവിക്കണ തന്നെ ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ആണ്. കാരണം അതാണ് നമ്മൾ മിൻസിന്റെ ഭാവി നോക്കണം. അപ്പൊ നമ്മള് മിൻസക്ക് കഠിനമായ സാഹചര്യത്തിൽ കൂടെ മിൻസ ചിലപ്പോ പോകേണ്ടി വരും. മിക്സി അപ്പം നമ്മൾ പോകേണ്ടി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, എന്താണ് മിൻസനെ പ്രാക്ടിക്കൽ, അതായത് പ്രഷർ സിറ്റുവേഷൻസ് കൊടുത്താണ്. അതെ ഹാർവസ്റ്റ് ചെയ്യാൻ പോകണ്ടെന്നോ? എന്താ കേട്ടോ മിൻസ? 60 ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി. ഓറ ഫാമിംഗ് അതേതാ പുതിയ പച്ചക്കറിയാ മിൻസ? അപ്പൊ ഗൈസ് നമ്മൾ പറഞ്ഞു ഇതാണ് മിൻസന്റെ മുഖത്ത് വരുന്ന. ഇത്രയും ഭാവങ്ങൾ നമുക്കൊരു മുഖത്ത് കാണാൻ പറ്റും. അതൊക്കെ മിൻസന്റെ മുഖത്ത് നോക്കും. ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് പറയാൻ പാടില്ലാത്തത് എന്തോ മനു പറഞ്ഞിരിക്കുന്നു. അതാണ് നമ്മൾക്ക് മനു മിൻസന്റെ മുഖത്ത് കാണുന്നത്.
അതായത് മിൻസനെ നമ്മള് മനുവിനെ ഇപ്പൊ നോക്കി പേടിപ്പിച്ചോണ്ടിരിക്കുന്നു. മിൻസ ഹോറായ ഫാം ചെയ്യാണ് മിൻസ. മിൻസ നല്ല പ്ലേറ്റ് മാറ്റാൻ നോക്കണ്ടേ. അപ്പൊ മിൻസ ഭാവിയിൽ ഇത് കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് UK പോകുന്ന പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഇനി UK വ്ളോഗ്സ് ഒക്കെ പ്രതീക്ഷിക്കാം. യുണൈറ്റഡ് കോഴിക്കോട് ഓഫ് കിങ്ഡം. യുണൈറ്റഡ് കോഴിക്കോട് ഓഫ് കിങ്ഡം. അല്ല എല്ലാം ആഴ്ചയിൽ നമ്മൾ പോവല്ലേ UK. അത് കോഴിക്കോട് UK പടി അത് മിൻസക്ക് തീരുമാനിക്കാം. മിൻസക്ക് വിട്ടിരിക്കും. മിൻസന്റെ സന്തോഷം. എനിക്ക് +2 കഴിഞ്ഞിട്ട് അബ്രോഡ് +2 അങ്ങനെ 10 കഴിഞ്ഞാൽ പോയിക്കോ. മിൻസ ബ്ലാക്ക് ലൈറ്റ് മൂൺ ലൈറ്റ്. നമ്മളെ മിൻസതാ എന്താണ് അടുത്തായിട്ട് സമൂസഞ്ഞ് ഒരു 5 എന്റെ പണിയൊക്കെ തീർത്ത് ഞാൻ കാലിയാക്കി ഗൈസ്. ഈ മിൻസക്ക് ഒരു 5 കൂടി ഉണ്ട്. എത്ര മിൻസാ? ഒരു 5 ഒരു 8 ഉണ്ടല്ലോ മിൻസാ. ഒരു 8-9 ഉണ്ട്. ഇതൊക്കെ എപ്പോഴാ തീർക്കുക? അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് പൊരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ പൊരിക്കാണ്ട് കുറച്ചുകൂടെ പൊരിച്ച് വെച്ചാണ് ആ സാധനമാണ് ഗൈസ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കണ മിൻസ പ്രിപ്പയർ ചെയ്യുന്ന സമൂസയാണ്. ഇത് കണ്ട ഏത് മനുഷ്യനെ തിന്നാൻ പറ്റുക എനിക്കറിയില്ല ഗൈസ്. കലക്ക സമാവാത്തിയാണ് ഇത്. ആകെ വിരകി എന്താണ് മിക്സ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ കാട്ടുന്ന അതാ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മിൻസ മനുഷ്യനെ അത് തീർന്നല്ല പൊട്ട പൊടി. സാറായി നമ്മളെ എന്താണ് മിൻസ സമൂസ പ്രിപ്പയർ ചെയ്യുന്നത്. ഗൈസ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. മിൻസന്റെ കലക്ക സമാവാത്തികളാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. അല്ല പിന്നെ എന്താ അത് ഇജ്ജ് പറ. മിൻസന്റെ കലക്ക സമാവാത്തി കണ്ടോ? ഓ ഇത് യമ്മി കേട്ടോ ഗൈസ്. യമ്മി. പൊട്ടിക്ക് എന്തിനാ? അതൊക്കെ അതിന്റെ ഒപ്പം വന്നോളും. അങ്ങനെ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഷമാം ജ്യൂസാണ്. ഷമാം ജ്യൂസ് ഉണ്ടാക്കുന്നത് എന്റെ മൻക ഈസ് വെരി ഹാൻസം. ഇത് നിങ്ങൾ കാണണ്ട. അത് ഞങ്ങളെ വീട്ടിലൊക്കെ ഗൈസ് ഇങ്ങനെയാണ്. ഇവിടെ ഗ്യാസ് എത്തിയാണ് ഇവിടെ പൊരിച്ചു. അങ്ങനെയാണ് നമ്മളെ വീട്ടിലൊക്കെ ഇതാണ് നമ്മുടെ സമൂസ. ദിസ് ഇസ് ക്രിസ്പി സമൂസ. ഇപ്പൊ സമയം 6:30 ആവാനായി. എനിവേസ് ഇനി എന്താ ഗൈസ് ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്തായിട്ട് സമൂസ എങ്ങനെ പൊരിക്കാന്നാണ് കാണിച്ചു തരാൻ പോണത്. അപ്പൊ അടുത്തായിട്ട് നമ്മൾ സമൂസ എങ്ങനെ പൊരിക്കാന്നാണ് നോക്കാൻ പോണത്. അപ്പൊ സമൂസ പൊരിക്കാൻ വേണ്ടി നമുക്ക് സമൂസ എടുത്തിട്ടുണ്ട്. ഇതിവിടെ പൊരിച്ചു വെച്ച സമൂസ. പക്ഷെ പൊരിക്കാനുള്ള ഗൈസ് ഈ മിൻസ എന്നാണ് സാധനം ഇവിടെ ഞാൻ വീട്ടിൽ വളർത്തുണ്ടെങ്കിലും എന്നെ കൊണ്ട് ഒരു ഉപകാരമില്ല. ശരിക്കും ഒരു ഉപകാരമില്ല ഗൈസ്. ഞാൻ ഈ വീടിന്റെ തമ്പനയിൽ മാറ്റിക്കണ്ട് എന്താണ് റംസാൻ ഡേ 1 മാറ്റിക്കണ്ട് മിൻസൽ തിന്നൽ ഡേ 1 അങ്ങനെയുണ്ട് ഗൈസ്. ഞാനൊരു അല്ലാ മിൻസ ഇടാൻ പോണേ. മിൻസ ആദ്യമായിട്ട് ചട്ടിയിലേക്ക് ഒരു സാധനം ഇടാൻ പോണേ. എടി പൊട്ടത്തെ എണ്ണ ചൂടാവൊന്നും വേണ്ടേ? ഒരു മണ്ടത്തെ ആണല്ലോ പഠിച്ചറബ്. കണ്ടോ ഗൈസ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? എണ്ണ ഒന്ന് ചൂടാവാനുള്ള ഗ്യാപ്പ് അതിന്റെ പൊടിയൊക്കെ അടിക്കോ? കണ്ടോ ഗൈസ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നോട് പറയണ്ട എണ്ണ ചൂടായിട്ടില്ല. പിന്നെ അന്ന എന്തിനാ ഒരു എണ്ണ ഏതൊരു പോലീസുകാരനെ തെറ്റ്. പക്ഷെ മിൻസിക്ക് ഡെയിലി തെറ്റ് പറ്റുന്നതുകൊണ്ട് മിൻസിനെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴാ പോലീസായത്? അതിന് അന്ന കാര്യമല്ല പറഞ്ഞത്. ആർക്കെങ്കിലും മിൻസിനെ വേണം? ഒരു മാസത്തിന് മതി. ഒരു മാസത്തിന് മതിയോ? ഒരു മാസം നല്ല ഫുഡ് കിട്ടണോ ഗൈസ്? പിന്നെ ഫുഡൊന്നും കിട്ടിയില്ലെങ്കിൽ മിൻസ കച്ചറ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഫുൾ ടൈം ഫോണ് നെറ്റ്ഫ്ലിക്സ് വേണം. പിന്നെ ഫോണും നെറ്റ്ഫ്ലിക്സ് നെറ്റ് വേണം. പിന്നെ ഇൻസ്റ്റാഗ്രാം വേണം. മിൻസിക്ക് മെസ്സേജ് അയക്കും. അത് നോക്കാൻ വേണം. അല്ല അപ്പൊ നമ്മള് സമൂസ നല്ല നിർബന്ധം. പിന്നെ കുറച്ച് പിരാന്ത് സഹിക്കാൻ കഴിവുള്ളതാണ്. അതെ അതെ കുറച്ച് ക്ഷമ ഇമാന്റെ പകുതിയാണ്. അങ്ങനെ ബാങ്ക് കൊടുത്തല്ലേ നിശബ്ദതായിരിക്കും. അങ്ങനെ മിൻസ ഉണ്ട് നോമ്പ് തുറന്നിരിക്കും. ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സാധനങ്ങൾ എന്തൊക്കെയാ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് വെള്ളം കുടിക്കാം.
മിൻസത് അവിടെ വെള്ളം കുടിക്കണ പോലെ അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിനെന്തോ എന്നോട് പ്രശ്നമുണ്ട്. ഏകദേശം 2.5 മണിക്കൂർ മുന്നേ തുടങ്ങിയതാണ് എന്നോട് മിൻസയുടെ റോസ്റ്റിംഗ്. മിൻസ എങ്ങനെയുണ്ട്? മിൻസ വെള്ളം ടേസ്റ്റ് ഉണ്ടോ? അമ്മയാണ് എന്നാ പറഞ്ഞത്. അപ്പൊ ഗൈസ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് മിൻസ എന്താണ് കൈയിട്ട് മിൻസ മസാജ് ചെയ്ത സമൂസ ഉണ്ട്, പിന്നെ ഇതെന്താ ബീഫ് റോസ്റ്റ് ഉണ്ട്. എന്താണ് മിൻസക്ക് ഒന്നും പറയല്ല. എന്താ മിൻസ പറയ്. ഇതെന്താ വെച്ചാൽ ബീഫ് അല്ലേ? ബീഫ് ഉണ്ട്, പിന്നെ മയോണൈസും കാര്യങ്ങളും ഉണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ട്, അല്ല ബീഫ് കറി ഉണ്ട്, പിന്നെ പത്തിരി ഉണ്ട്, പിന്നെ നാരങ്ങളുണ്ട്, പപ്പയുണ്ട്, പപ്പയുണ്ട്, പിന്നെ മമ്മയുണ്ട്, പിന്നെ മനുക്കുണ്ട്, പിന്നെ പിന്നെ ഞാനുണ്ട് ഗൈസ്. യെസ്. അപ്പൊ ഗൈസ് അപ്പൊ നമുക്ക് ഇനി നോമ്പ് തുറക്കാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. മിൻസ സമൂസ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതാണ് മിൻസന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സമൂസയാണ്. നല്ല ടേസ്റ്റ്. മിൻസ ആണ് അതിന്റെ മിക്സിംഗ് എന്ന് പറഞ്ഞ മിൻസയാണ്. അതാണ് ഗൈസ്. മിൻസ എങ്ങനെയുണ്ട്? ഓണസ്റ്റ് റിവ്യൂ പറ മിൻസ. അഭിനയിക്കല്ലേ? വെള്ളം കുടിക്കുന്നു. രസമുണ്ട്. ആ രസമുണ്ട്. ഓക്കെ, ഞാൻ ടെക്സ്ചർ നോക്കട്ടെ. ഓ ഇതാണ് അതിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. ഇത് മിൻസന്റെ എല്ലാ ഇതും അതിൽ കാണുന്നുണ്ട് നമുക്ക്. ആ കഴിക്ക്. യെസ് യെസ് ഗൈസ്. അപ്പം നമുക്ക് നോമ്പ് തുറന്നിട്ട് കാണാം. ഇതാണ് ഗൈസ് ഇന്റത്. ഞാൻ ഉണ്ടാക്കിയതൊന്നും പറയില്ല. ഇത് ഞാൻ ഉണ്ടാക്കിയ ഷേപ്പ് കറക്റ്റ്. പക്ഷേ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ മിൻസ വെച്ചതാണ്, അമ്മച്ചി വെച്ചതാണ്. ഓക്കെ ഓക്കെ. ആ ഇത് മെച്ചിന്റെ കൂട്ടാട്ടോ. അപ്പൊ കൂട്ടും മെച്ചിൻ്റെത് എന്താണ് അരച്ചത് മെച്ച്, ഫിറ്റിങ് ചെയ്തത് ഞാന്, എന്താണ് പെയിന്റിങ് ചെയ്തത് മിൻസ, പിന്നെ വണ്ടി ഓട്ടിയത് ഞാന്, അതായത് പൊരിച്ചത് ഞാൻ. നമ്മള് ഓക്കെ ഗൈസ് ബൈ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, എല്ലാം കഴിഞ്ഞു ഗൈസ്. ഇപ്പൊ ഒരു 7:30 സമയമായി, നമ്മളുടെ പണികൾ എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഇതായിരുന്നു ഗൈസ്, ഇത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് നമുക്ക് എടുക്കാം. കാരണം നമ്മൾ ഇന്നലെ തുടങ്ങിയിട്ട് ഇന്ന് രാത്രിയായി ഗൈസ്. അപ്പോൾ ഇതായിരുന്നു ഒരു അലറ ചില്ലറ ഒരു 10th പിന്നെ ഒരു ഫസ്റ്റ് നോമ്പ് റമദാൻ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മൾ കഴിഞ്ഞതും വീഡിയോ ഇടാൻ നോക്കുന്നതായിരിക്കും. പക്ഷേ ഗൈസ് ക്ലാസ്സും അങ്ങനെയൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കുറഞ്ഞു പോയത്. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഒരു വട്ടം കൂടി റമദാൻ മുബാറക്. സെറ്റ് ആയിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ബൈ.